യൂട്യൂബർ ഫ്രം ട്രിവാൻഡ്രത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് ട്രിവാൻഡ്രം ടു മൺട്രോത്തുരുത്താണ് ഇന്ന് യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മൺട്രോത്തുരുത്ത് കാണിക്കുന്ന ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 67 കിലോമീറ്ററാണ് കാണിക്കുന്നത്. സോ നമ്മുടെ റോഡെല്ലാം ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എല്ലാം ഈ ഒരു പരിവാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് വേഗം തന്നെ എത്തിച്ചേർന്ന അവിടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും സ്റ്റേ ഓൺ. വെക്കേഷൻസ് ആയതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പോകാൻ പറ്റിയൊരു സ്പോട്ടാണ് ഈ മൺട്രോത്തുരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നുവെച്ചാൽ കുട്ടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പോകുന്ന വഴിക്ക് വിശന്നായിരുന്നു. സോ അതുകൊണ്ട് തന്നെ തൊട്ടടുത്തൊരു ഹോട്ടലിൽ കഴിച്ചായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ പോകാനായിട്ട് ഇനി എത്താനായിട്ട് ഏകദേശം ഒരു 19 കിലോമീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടി. സോ തിരുവനന്തപുരത്തുള്ളവർ മാക്സിമം ഇവിടെ വരിക. സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തായാലും വെക്കേഷൻ സീസണാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൈറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തോളൂ. ഇപ്പോൾ ഇതിൻ്റെ കാര്യം ഇമ്പോർട്ടൻസ് എല്ലാം നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തോളൂ. വരുന്ന വഴിക്ക് കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിലും നമ്മൾ ഫാസ്റ്റപ്പായിട്ട് വന്നു ഇവിടെ. സമയത്തിന് എത്തിയായിരുന്നു ഇവിടെ. നല്ല മഴക്കോളുണ്ട്. ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, വിഷു കഴിഞ്ഞതിന് ശേഷം നല്ല മഴ സീസണായിട്ടോ ഇവിടെ. ചൂടങ്ങ് മാറുമല്ലോ. പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ മാത്രമേ നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ളൂ ഇവിടെ. സോ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടൽ കണ്ടായിരുന്നു. അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു വണ്ടി ഇവിടെ. ഹോട്ടലിൻ്റെ പേര് ജയ് ജവാൻ. ഇതാണ് ഹോട്ടലിൻ്റെ പേര്. നല്ല മഴക്കോളുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു നൈസായിട്ട് ചില്ലൊരു സാധനം മേടിച്ചിട്ടുണ്ട് നമ്മളെ ബോട്ടിലിരുന്ന് വൈ പിടിക്കാനായിട്ട്. സോ ഇനി എത്തിച്ചേരാനായിട്ട് ഏകദേശം 2 കിലോമീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ പോകുന്ന വഴിക്ക് ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയായിരുന്നു. സോ ബാക്കി എന്താ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എത്തിച്ചേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി ലൈറ്റ് ആയുർവേദ എന്നൊരു റിസോർട്ടാണ് വന്നത് ഇവിടെ. സോ ഇതിൻ്റെ നിയർ ബൈ ആയിട്ടാണ് നമ്മുടെ കൊണ്ടുപോകാനുള്ള നമ്മുടെ ബോട്ട്സ് ഞങ്ങളൊക്കെ തയ്യാറായി കിടക്കുന്നതെന്ന് പറഞ്ഞത്. സോ വരുന്നവർക്ക് എല്ലാവർക്കും ഇതേമാതിരി ലൈഫ് ജാക്കറ്റ് ഇട്ടാണ് സേഫ്റ്റിയോടെ കൂടെ തന്നെയാണ് ഇവിടെ പോകുന്നതെന്ന് പറഞ്ഞത്. ആയോ? സോ നല്ല സേഫ്റ്റി പ്രിക്കോഷൻസ് കൂടെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു കോളനിയിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞത്. നിങ്ങൾ കുട്ടികൾക്ക് വരാൻ പറ്റിയ സ്പോട്ടാണിത്. എന്ന് വെച്ചാൽ വേനൽക്കാലം മാത്രമല്ല വെക്കേഷൻ ടൈമും കൂടെയാണ് ഇപ്പോഴത്തെ പറഞ്ഞത്. ഇപ്പം നമ്മൾ പോകാമെന്ന് വഴി നോക്കിക്കോട്ടോ. കുണിഞ്ഞിരിക്കുന്ന കേട്ടോ. ഇതോടെയല്ലേ പോകുന്നത്? എടാ കുണിഞ്ഞിരിക്കും. ഇതേമാതിരി വൈബില് യാത്ര ചെയ്യാം. പേടിച്ചു പോയി. ഇതാണ് നമ്മുടെ പോകുന്ന ഫസ്റ്റ് നമ്മുടെ ട്രാവൽ ചെയ്യുമ്പോഴേക്കും ഇമാതിരി വഴിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. സോ ഇവിടെ എത്തിച്ച മീൻസ് ഇതുവഴി പോയതിന് ശേഷം അങ്ങോട്ട് കാണാനായിട്ട് ഒത്തിരി ഉണ്ട്. ഇവിടെ 2 സൈഡും വീടുകളും കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മുടെ ഇവിടെ നിന്ന് നേരെ കയറി ചെല്ലുന്ന ഒരു പ്ലേസ് ഉണ്ട്. ഒരു കായലോട്ട് നമ്മൾ പോകുന്നത്. ഇതിപ്പം അൺസീസൺ അല്ല, സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണ്. കാരണം വെച്ചാൽ ഇവർ ഉപജീവന മാർഗമാണ് ഈ ഒരു ബോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കി എല്ലാവരും ഇവിടെ ചൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ബോട്ട്സ് ഇതൊക്കെയാണ് ചൂസ് ചെയ്യുന്നത്. വരുന്നവർ ഏത് ഭാഗത്തുനിന്ന് വന്നവരായാലും അവർക്ക് എന്തായാലും ഫുള്ള് സെക്യൂർ ആയിട്ടുള്ള ട്രിപ്പാണ് ഓഫർ ചെയ്യുന്നത്. സോ ഇതോടെ ഒരു ഫാമിലി ഉണ്ടാവും. സോ ഇമാതിരി ആയിട്ട് നിങ്ങൾക്ക് കുട്ടികളായിട്ട് ഈ ഒരു വെക്കേഷൻ ടൈമിൽ നിങ്ങൾക്ക് സെറ്റാക്കാം. ഇതാണ് നമ്മുടെ ചേട്ടൻ. പുള്ളിയുടെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇത് എത്ര മണിക്കൂറാണ് നമ്മൾ പോകുന്നത്? 2 മണിക്കൂർ. ഓക്കെ. നമ്മൾ ഈ പോകുന്ന വഴി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് എത്ര നാളായിട്ട് ചെയ്യാണ് ഇപ്പം ഈ ഒരു ജോബ്? ഇതിപ്പോൾ 3 കൊല്ലം ആയപ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് ലോക്ക്ഡൌണിന് ശേഷമാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ വന്നു തുടങ്ങിയത്. കാര്യം വെച്ചാൽ അതിന് മുമ്പ് ആർക്കും അറിയത്തില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചു തുടങ്ങിയപ്പോൾ വന്നു തുടങ്ങിയതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഈ ചൂട് കാരണം ആൾ പൊതുവെ കുറവാണ്. എന്നാലും രാവിലെയും വൈകിട്ടും ഒക്കെ
ആളുണ്ട്. സോ പോകുന്ന വഴിക്ക് ഇതേപോലത്തെ ഒത്തിരി മീൻ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സ്ഥലങ്ങൾ കാണാം. നമ്മളെ യാത്രയിൽ ഏകദേശം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കടന്നായിരുന്നു. സോ ഇതുപോലത്തെ കൊച്ചു കൊച്ചു സന്തോഷത്തിന് വേണ്ടി നിങ്ങളുടെ വെക്കേഷൻ ടൈം ഒത്തിരി എൻ്റർടൈൻമെൻ്റ് ആക്കുക. സോ നമ്മളിപ്പോൾ കല്ലട ആറ് കഴിഞ്ഞു. അഷ്ടമുടി കായലിലോട്ടുള്ള പോവാളാണ്. അവിടെ കായകയും കണ്ടായിരുന്നോ? സോ ഇനി എത്തിച്ചേരാൻ പോകുന്ന വഴിയുണ്ട്. നമ്മളിപ്പം അഷ്ടമുടി കായലിലോട്ട് നമ്മൾ എത്തിച്ചതാണ്. സോ നമുക്ക് ചെറിയ കുറച്ചായിട്ടുള്ള ഒരു സാന്നിധ്യം എനിക്ക് പറയുന്നുണ്ട്. ഈ വെക്കേഷൻ ടൈമിൽ ഈ ഒരു സ്ഥലത്ത് ഒന്ന് വന്ന് നോക്കേട്ടോ എല്ലാവരും. എന്തുമാത്രം റിലാക്സ് എന്നറിയാമോ? നല്ല കാറ്റും നന്നായിട്ടാണോ അങ്ങനെ വന്നിട്ടുണ്ടാവോ? പറഞ്ഞിട്ടുണ്ടോ? സോ ഇതേമാതിരി ഉള്ള വൈദ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി കിട്ടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുവാണെങ്കിൽ ഇവിടുത്തെ ഐലൻഡിൽ വരിക. ഞാൻ ഐലൻഡിൽ വരാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇട്ട് തരാം ഇവിടെ. സോ ഐലൻഡിൽ എങ്ങനെ വരാം എല്ലാ ഐലൻഡിൽ ഇട്ട് തരാം. ഇനി കുറച്ചും കൂടെ വൈബുണ്ട് ഇവിടെ. എന്തായാലും ഈ വെക്കേഷൻ ടൈമിൽ മസ്റ്റ് ട്രൈ ആണ് ഈ ഒരു മന്നോരം എന്ന് പറഞ്ഞൊരു ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം ഇവിടെ. ഈ വെച്ചാൽ കൂടുതലും ഫിഷ് ഫാമുകളാണ് നമ്മൾ കണ്ടല്ല മീൻ വളർത്തുന്നത്, ചെമ്മീൻ കെട്ടുകൾ. അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ മീൻ പിടിച്ചു കൊടുക്കുന്നവരുണ്ട്. പിന്നെ നമ്മൾ ഈ വള്ളങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. ഇപ്പോൾ 3 കൊല്ലം കൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വള്ളങ്ങളായത്. അതിനു മുമ്പ് ആൾക്കാർ വരുന്നുണ്ട്. അതെല്ലാം ഈ DTPCയുടെ ഓൺലൈൻ ബുക്ക് ചെയ്താണ് വരുന്നത്. ഇപ്പോഴാണ് ഡയറക്റ്റ് വന്നു തുടങ്ങിയത്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. മണ്ഡലത്തിൽ ഒരു ടൂറിസം മേഖലയായിട്ട് മാറുന്നുണ്ട്. ഇതേമാതിരി ഒരു വൈബ് നിങ്ങൾ ആസ്വദിച്ചില്ലെങ്കിലേ വെക്കേഷൻ ടൈപ്പ് ഒന്നുമല്ല. സോ ഇത് ഇവിടുത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊരു പ്ലേസാണ്. ഇവിടെ നിന്നാണ് എല്ലാ ബോട്ടും റൗണ്ട് ചെയ്ത് തിരിച്ചു പോകുന്നത്. ഒരുപാട് വഴികൾ വന്നു. അപ്പുറത്ത് ഒരുപാട് വഴികൾ എല്ലാം നശിച്ചു പോവാം. ഈ മണ്ഡപത്തിൻ്റെ കുറേ ഭാഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുക നശിച്ച് കായലെടുത്ത് പോവാം. ഇനി 1 വർഷം വരെ വന്നാൽ ഇനി അന്ന് വരുമ്പോൾ നമ്മൾ ഈ എല്ലാ മരങ്ങൾ കാണാം. അങ്ങോട്ടുള്ള അത് കാണത്തില്ല, അത് പോയി. അപ്പോൾ ഇതേപോലത്തെ സംഭവത്തിന് വഴിപടിക്കാൻ എന്തായാലും വെക്കേഷൻ ടൈമിൽ വണ്ടറോത്തുരത്ത് ദ്വീപിലോട്ട് വരിക. ഇവിടെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. 3 ദ്വീപായിട്ടാണ് വരുന്നത് പറഞ്ഞാൽ. ഒത്തിരി ട്രാവൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തുക. സോ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നാൾക്ക് മുന്നേ നമ്മൾ വന്നതാണ് ഇവിടെ. ഇതൊരു ഒത്തിരി വലിയ മരമായിരുന്നു. ഇതിപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ദ്വീപ് നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് ഈ വെക്കേഷൻ ടൈമിൽ. സോ എന്തായാലും ഈ വെക്കേഷൻ ടൈമിൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് മണ്ണാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് മൺട്രോത്തുരുത്ത് ദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇന്ന് വെക്കേഷൻ ടൈമിൽ എല്ലാവരും
ഫാമിലി ആയിട്ട് വരാൻ പറ്റിയൊരു പ്ലേസാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മുടെ വീഡിയോസ് ഫുൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വീഡിയോസ് എല്ലാം കണ്ട എല്ലാവർക്കും യൂട്യൂബർ ഫ്രണ്ട്സ് ട്രിവാൻഡ്രത്തിലെ പേർക്ക് താങ്ക് യു.